നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പയറുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തയ്യാറാക്കാൻ വളരെ എളുപ്പവുമാണ്, എന്നാൽ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ചൂടായ ഒരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളകൾ ഇട്ട് കൊടുക്കുക. അല്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി നന്നായി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂണോളം അളവിൽ. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉള്ളിയെല്ലാം ചെറുതായി വെന്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് വേണ്ടിയ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി, എരിക്ക് ആവശ്യത്തിന് മുളക് പൊടി. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടുവാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഒരല്പം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ചെറുപയർ വേവിച്ച് വെള്ളം കൂടി അതിനൊപ്പം ചേർക്കുക. ആ വെള്ളം ഇല്ലെങ്കിൽ സാദാ വെള്ളം ഒഴിച്ചാലും മതിയാവും. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. നന്നായി തിളച്ച് ഒന്ന് വറ്റിക്കഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കി ഇതിനകത്തേക്ക് കുറച്ച് കടുകും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പയർ കറി ഇവിടെ തയ്യാറായി കഴിയും. എല്ലാവരും ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. എന്നിട്ട് ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.